ബോട്ട് എയർഡോപ്സ് ആറ്റം 83ന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ചെയ്ത സമയത്ത് തന്നെ കുറേ കൂട്ടുകാർ ചോദിച്ചൊരു കാര്യമാണ് ഈ ഒരു ആറ്റം 83 ആണോ അതല്ല റിയൽമി ടെക്ലൈഫിന്റെ ബഡ്സ് T100 ആണോ ഇനി അതല്ല ഡിഫൈ ഗ്രാവിറ്റി Z ആണോ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈയിങ് ആകുക എന്നുള്ളത്. 1500 രൂപ ബജറ്റുള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും തോന്നാവുന്ന ഒരു സംശയം മാത്രമാണ് ഈ മൂന്ന് പ്രോഡക്റ്റുകളിൽ ഏത് വാങ്ങിച്ചാലായിരിക്കും വർത്ത് ബൈയിങ് ആകുക എന്നുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ ഈ മൂന്നെണ്ണത്തിന്റെ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് കൊണ്ട് മനസ്സിലാവും. അതായത് ഇതിൽ ഏത് വാങ്ങിച്ചാലായിരിക്കും നിങ്ങളുടെ ഉപയോഗത്തിന് ബെറ്റർ ആയിട്ടുള്ളതെന്നുള്ളത്. ഏതായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ പറയാനുള്ളത് ഈ മൂന്ന് പ്രോഡക്റ്റുകളും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല കേട്ടോ. മൂന്നെണ്ണവും നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ DeepZstore വഴി അങ്ങോട്ട് സെയിലാക്കിയതുകൊണ്ട് മൂന്നെണ്ണവും ഇപ്പോൾ ഫിസിക്കലി ഇങ്ങനെ ഒരുമിച്ച് വെച്ച് കാണിച്ച് എന്താ പറയുക കമ്പാരിസൺ ചെയ്യാനായിട്ടുള്ളൊരു നിർവാഹം തൽക്കാലത്തേക്കില്ല. എന്നാൽ പോലും ഈ മൂന്നെണ്ണവും ഉപയോഗിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നന്നായിട്ട് അറിയാം. സോ ആ ഒരു കാര്യം വെച്ചിട്ടായിരിക്കും വീഡിയോ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ആറ്റം 83 ബ്ലാക്ക് വൈറ്റ് ബ്ലൂ ഗ്രീൻ എന്നിങ്ങനെ 4 കളേഴ്സിലാണ് അവൈലബിൾ ആകുന്നത്. ഗ്രീൻ ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. ബാക്കി 3 കളറും അവൈലബിൾ ആണ്. എന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴത്തെ കണ്ടീഷൻ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 1299 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് വന്നെങ്കിൽ പോലും ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1499 രൂപയാണ്. എന്നാൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ ഇപ്പോഴും ഇത് 1299 രൂപയ്ക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുന്നേ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കുക. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ അവിടെയും നോക്കുക. ഏതിലാണോ റേറ്റ് കുറവ് അവിടെ നിന്ന് അങ്ങോട്ട് വാങ്ങിക്കുക. അല്ലാണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുക അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിക്കുക ഇല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കില്ല എന്നുള്ളൊരു എന്താ പറയുക വാശി നമുക്ക് ആവശ്യമില്ല കേട്ടോ. കാരണം കാശ് കുറച്ച് കൂടുതൽ കുറഞ്ഞ് കിട്ടും നമുക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പലപ്പോഴും. ഇനി റിയൽമി ടെക്ലൈഫ് ബഡ്സ് T100ലേക്ക് വരുവാണെങ്കിൽ ബ്ലാക്ക് വൈറ്റ് എന്നിങ്ങനെ 2 കളേഴ്സിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 1299 രൂപയായിരുന്നു ആ ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഞാൻ വാങ്ങിച്ച ആ റേറ്റിനാണ്. എന്നാൽ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 1499 മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ അത് വീണ്ടും അതങ്ങോട്ട് കൂട്ടിയിട്ട് 1699 ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഓഫർ സമയത്ത് മാത്രം 1499 എന്നുള്ളൊരു സംഭവം. പക്ഷേ ആമസോണിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റിന് എപ്പോഴും 1499 ആണ്. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കാൻ നോക്കുമ്പോഴും നിങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നോക്കിയിട്ട് ഏതിലാണോ റേറ്റ് കുറവ് അതിലേക്ക് അങ്ങോട്ട് പോവുക. എന്തായാലും ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു റിപ്പബ്ലിക് ഡേ സെയിൽ നടക്കുന്നുണ്ട്. 1499 നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഇനി ഡിഫൈ ഗ്രാവിറ്റി Zയിലേക്ക് വരുവാണെങ്കിൽ ബ്ലാക്ക് വൈറ്റ് ബ്ലൂ ടീൽ അക്വ എന്നിങ്ങനെ 4 കളേഴ്സിലാണ് ലഭ്യമാകുക. 999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഇറങ്ങിയ പ്രോഡക്റ്റ് 1199 മാറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആളുകളുടെ തള്ളിക്കയറ്റം കൊണ്ട് അത് 1399 എന്നുള്ള റേറ്റിലേക്ക് മാറി. പക്ഷേ ഇപ്പോൾ ഈ ഒരു റിപ്പബ്ലിക് ഡേ സെയിലിന് തൊട്ട് മുന്നേ 1405 രൂപയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു 6 രൂപ എക്സ്ട്രാ കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അത് 1399 അങ്ങോട്ട് റിപ്പബ്ലിക് ഡേ സെയിൽ ആയപ്പോഴത്തേക്ക് അങ്ങോട്ട് ആയിട്ടുണ്ട്. അതെന്താണ് അതിൻ്റെ കാരണമെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഈ ഒരു 6 രൂപയുടെ ഒരു വിലക്കുറവ് അല്ലെങ്കിൽ 1399 ഇപ്പോൾ അതിന് നോർമൽ റേറ്റ്. സോ അതിനിപ്പോൾ ഒരു ഓഫറും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിൻ്റെ കാര്യത്തിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത് ബോട്ട് എയർഡോപ്സ് ആറ്റം 83ക്കും അതുപോലെ തന്നെ ഡിഫൈ ഗ്രാവിറ്റി Zക്കാണ്. അതിൽ വേറൊരു സംശയമില്ല. പിന്നെ ബ്ലാക്ക് വൈറ്റ് ഇതാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഏതെന്ന് വാങ്ങിച്ചാലും ഒരു പ്രശ്നവുമില്ല. ഇനി നമ്മുടെ പ്രോഡക്റ്റുകളുടെ ആ ഒരു കേസിന്റെ ബിൽഡ് ക്വാളിറ്റി പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്ത് കുറച്ച് ഏറ്റവും ലോ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഡിഫൈ ഗ്രാവിറ്റി Z ആണ്. അതായത് കമ്പാരിറ്റീവ്ലി ഉറപ്പായിട്ടും എന്താ പറയുക അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. എന്നാൽ പോലും നമ്മൾ ഈ ഒരു ടെക്ലൈഫ് ബഡ്സ് T100 അതുപോലെ തന്നെ ഈ ഒരു ആറ്റം 83 വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു പടി താഴെയായിരിക്കും ഡിഫൈ ഗ്രാവിറ്റി Zയുടെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. എന്നാൽ പോലും വീണ്ടും പറയാനുള്ള ആ ഒരു ബിൽഡ് ക്വാളിറ്റി പെർഫെക്റ്റ് ആണ്. ഇതിൽ ആദ്യം നിൽക്കുന്നത് നമ്മുടെ റിയൽമി ടെക്ലൈഫ് ബഡ്സ് T100 ആയിരിക്കും കേട്ടോ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ. കൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ഒരു കേസ് എന്ന് പറയുന്നത് വെറും ഒരു കേസ് അല്ല, ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. 320 mAh ബാറ്ററി കപ്പാസിറ്റിയോട് കൂടിയിട്ടാണ് ആറ്റം 83 നമുക്ക് വരിക. അപ് ടു 50 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത്. 1 hour 40 minutes ആണ് 100% ചാർജ് ആകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. 5V2 ആണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത്. കൂടാതെ എസാബ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ കേസ് നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 60 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. ഇനി ബഡ്സ് T100ലേക്ക് വരുവാണെങ്കിൽ 400 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് അവിടെ നമുക്കുള്ളത്. അപ് ടു 28 hours ആണ് ടോട്ടൽ പ്ലേ ടൈം. 1.3 hours ആണ് 100% ചാർജ് ആകാനായിട്ട്. അവിടെയും ടൈപ്പ് C ആണ്. സോ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 120 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. ഇനി ഡിഫൈ ഗ്രാവിറ്റി Zയിലേക്ക് വരുവാണെങ്കിൽ അപ് ടു 50 hours ആണ് അവിടെയും നമുക്ക് കിട്ടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത്. 2 hours ആണ് 100% ചാർജ് ആകാൻ എടുക്കുന്ന സമയം. എത്ര mAh ബാറ്ററി കപ്പാസിറ്റി എന്ന് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. ഈവൻ അവിടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അതിൻ്റെ ലിഡിൽ പൊതുവെ മറ്റുള്ളതിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ പക്ഷേ അതൊന്നും തന്നെ ഇല്ല, ജസ്റ്റ് പ്ലെയിൻ ആണ് ലിഡ് എന്ന് പറയുന്നത്. കൂടാതെ ബ്രിസ്ക് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ
3 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. സോ ആ ഒരു പ്ലേ ടൈമിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആറ്റം 83യും അതുപോലെ തന്നെ ഡിഫൈ ഗ്രാവിറ്റി സിയും തന്നെയാണ് മുന്നിലായിട്ടുള്ളത്. കാരണം രണ്ടിൽ നമുക്ക് 50 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകും. പക്ഷേ 400 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള നമ്മുടെ ബഡ്സ് T100ൽ എങ്ങനെയാണ് 28 മണിക്കൂർ ആയെന്നുള്ളത് എനിക്ക് ഒരു പിടിയില്ല കേട്ടോ. കാരണം 320 mAh മാത്രമേ ഉള്ളൂ ആറ്റം 83യിൽ. ഒരു 80 mAh എക്സ്ട്രാ ഉണ്ടായിട്ട് പോലും അവിടെ 28 മണിക്കൂർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി അതല്ല ബോട്ട് എയർഡോപ്സ് ഒക്കെ ഇനി തള്ളുന്നതാണോ, ഡിഫൈ ഗ്രാവിറ്റി സി ഒക്കെ തള്ളുന്നതാണോ എന്ന് അറിയത്തില്ല. എന്നാൽ ഇത് മൂന്നും നമ്മൾ ഉപയോഗിച്ച് നോക്കിയാലേ കൂടുതൽ പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ തന്നെ ഞാൻ എന്താ പറയുക, റെയറായിട്ട് മാത്രമാണ് ഉപയോഗിച്ചത്. സാധനമൊക്കെ നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ സെയിൽ ആവുക. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു യൂസർ എക്സ്പീരിയൻസ് പൊതുവെ എനിക്ക് പറയാനായിട്ട് കൂടുതൽ പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ പോലും ഇവർ തന്നെ പറയാറുണ്ട്, പലപ്പോഴും ഇതൊക്കെ വാങ്ങിച്ചവർ തന്നെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ബ്രോ അത് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ മൈ ക്വാളിറ്റി കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് അങ്ങോട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇതിനകത്ത് 3ൽ നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പേരെടുക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റാ വേക്കൻ പെയർ ടെക്നോളജി എന്ന് പറയാം, അല്ലെങ്കിൽ ക്വിക്ക് പെയർ ആൻഡ് കണക്ട് ടെക്നോളജി എന്ന് പറയാം. റിയൽമി ടെക്ലൈഫ് ബഡ്സ് T100-നകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് അതിന് വേണമെങ്കിലും ഇടാം. അപ്പോൾ എന്തായാലും ആ ഒരു സംഭവം ഇതിനകത്ത് 3 എണ്ണത്തിലുണ്ട്. ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ ഡിസൈൻ്റെ കാര്യം, പിന്നെ ഈ ഒരു കേസ് ആണെങ്കിലും ഇയർബഡുകളുടെ ഡിസൈൻ ആണെങ്കിലും അതൊക്കെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് വാങ്ങിക്കാനേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. മറ്റൊരാളുടെ ഒപ്പീനിയൻ നിങ്ങൾ അതിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കളറിലെ കാര്യത്തിലും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ബോട്ട് എയർഡോപ്സ് ആറ്റം 83 ലഭ്യമാകുക. 35 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ 10 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ 40 മിനിറ്റ്സ് വേണം 100% ചാർജ് ആകാനായിട്ട്. ടെക്ലൈഫ് ബഡ്സ് T100ലേക്ക് വരുവാണെങ്കിൽ അവിടെ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ചെയ്തിട്ടില്ല. പക്ഷേ 10mm ഡൈനാമിക് ഡ്രൈവേഴ്സാണ് വരുന്നത്. 6 hours സിംഗിൾ പ്ലേ ടൈമും ഉണ്ടെന്ന് കമ്പനി പറയുന്നുണ്ട്. ഡിഫൈ ഗ്രാവിറ്റി സിയിലേക്ക് വരുവാണെങ്കിൽ 13mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് വരുന്നത്. 10 hours സിംഗിൾ ചാർജ് ഒരു പ്ലേ ടൈം കിട്ടും. കൂടാതെ 40 മിനിറ്റ്സ് ആണ് അവിടെയും ചാർജിങ് ടൈം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു ഈ ബോട്ടം എയർഡോപ്സ് ആറ്റം 83യും ഡിഫൈ ഗ്രാവിറ്റി സിയിലൊക്കെ തന്നെ ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ബാറ്ററി കപ്പാസിറ്റി ഒക്കെ ആയിരിക്കാം. ഇയർബഡിലും അതുപോലെ തന്നെ കേസിലും ഒക്കെ ഉള്ളത് കേട്ടോ. അതാണ് ആ ഒരു സെയിം, ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആണ്. അവിടെ ഈവൻ ഡ്രൈവേഴ്സ് പോലും സെയിം ആണെന്നുള്ളതാണ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പ്ലേ ടൈം കുറച്ച് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ കേസിലാണെങ്കിലും അതല്ല നമ്മുടെ ഇയർബഡുകളിലാണെങ്കിലും ഉറപ്പായിട്ടും ആറ്റം 83യും അതുപോലെ തന്നെ ഗ്രാവിറ്റി സി ആയിരിക്കും മുന്നിരിക്കുന്നത് കേട്ടോ. അതിൽ വേറൊരു സംശയമില്ല. നിങ്ങളിപ്പോൾ ഈ ഒരു സ്പെക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കൂടാതെ മൈക്കിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ കോട്ട് മൈക്ക് വിത്ത് ENX ടെക്നോളജി ഉള്ള സംഭവമാണ് ആറ്റം 83ൽ. എന്നാൽ AI നോയ്സ് ക്യാൻസലേഷൻ വിത്ത് ഡ്യുവൽ മൈക്കാണ് നമ്മുടെ റിയൽമി ടെക്ലൈഫ് ബഡ്സ് T100ൽ. കോട്ട് മൈക്ക് വിത്ത് ENC തന്നെയാണ് നമ്മുടെ ഡിഫൈ ഗ്രാവിറ്റി സിയിലും. 2 മൈക്ക് വിത്ത് ഓരോ ഇയർബഡുകളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് 3 എണ്ണത്തിലും മൈക്ക് ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും റിയൽമി ടെക്ലൈഫ് ബഡ്സ് T100ൽ തന്നെയാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു മൈക്ക് ക്വാളിറ്റി ഉള്ളത് കേട്ടോ. ഓപ്പോ എൻകോ ബഡ്സിനേക്കാളും കുറച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഈ 2000 രൂപയ്ക്കുള്ള 1500 രൂപയ്ക്കുള്ളിൽ നമ്മളൊരു ഇയർബഡ് വാങ്ങിക്കുമ്പോഴത്തേക്ക് കുറച്ച് മുന്നിൽ നിൽക്കുന്നത് ഈ ഒരു ഓപ്പോ എൻകോ ബഡ്സിൻ്റെ മൈക്ക് ക്വാളിറ്റി ആയിരുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ ഒരു ബെറ്റർ ആയിട്ട് പറയാം നമുക്ക് ഈ ഒരു എന്താ പറയുക നോയ്സ് ക്യാൻസലേഷൻ വിത്ത് ഡ്യുവൽ മൈക്കുള്ള നമ്മുടെ റിയൽമി ടെക്ലൈഫ് ബഡ്സ് T100. സോ 2ലും 3ലും ഒന്നുമല്ല കാര്യം, ഒരു മൈക്ക് ഉണ്ടെങ്കിൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആക്കിയാൽ മതി എന്നുള്ളത് കാണിച്ചത് നമ്മുടെ ഈ ഒരു റിയൽമി ടെക്ലൈഫിൻ്റെ ബഡ്സ് T100 തന്നെയാണ്. പിന്നെ അവിടെയും കൂടുതൽ നമ്മൾ എന്താ പറയുക മൈക്ക് ക്വാളിറ്റി പ്രതീക്ഷിക്കരുത്. പൊതുവെ 1500 രൂപയ്ക്ക് അല്ലെങ്കിൽ 2000 രൂപയ്ക്കുള്ള ഏതൊരു ഇയർബഡ് വാങ്ങിച്ചാലും അല്ലെങ്കിൽ 4000 രൂപയ്ക്കുള്ളത് വാങ്ങിച്ചാലും പലതിലുമൊക്കെ തന്നെ ആവറേജ് മൈക്ക് ക്വാളിറ്റി ഒക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഇനി കണക്ടിവിറ്റിയുടെ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ് നമ്മുടെ ആറ്റം 83ലും അതുപോലെ തന്നെ റിയൽമി ടെക്ലൈഫ് ബഡ്സ് T100ലും. എന്നാൽ 5.2 ആണ് ഡിഫൈ ഗ്രാവിറ്റി സിയിൽ. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ആറ്റം 83യും ബഡ്സ് T100ഉം തന്നെയാണ്. ഇനി ഗെയിമൊക്കെ കളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 പ്രോഡക്റ്റുകളും ഡിസപ്പോയിൻറ്റഡ് ആക്കത്തില്ല. കാരണം 3 എണ്ണത്തിലും പല പല മോഡുകളിൽ, അതായത് ഗെയിം മോഡ് എന്ന് പറയുന്നുണ്ട്, ബീസ് മോഡ് എന്ന് പറയുന്നുണ്ട്, പിന്നെ നമ്മുടെ ഒരു നോർമൽ ലോ ലേറ്റൻസി മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതിലും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ബീസ് മോഡ് എന്നാണ് ബോട്ടിൽ പറയുന്നത്. 50 ms ലോ ലേറ്റൻസി മോഡാണ് നമ്മുടെ ആറ്റം 83 വരിക. 88 ms ആണ് നമ്മുടെ റിയൽമി ടെക്ലൈഫ് ബഡ്സ് T100 വരിക. സെയിം ആ ഒരു 50 ms തന്നെയാണ് ഗ്രാവിറ്റി സിയിലും വരുന്നത്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഗെയിമിംഗ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ, വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 50 ms തന്നെയാണ്. കാരണം 88 ms 50 ms-നേക്കാളും കുറച്ചുകൂടി ഒരു ഡിലേ നമുക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്താ പറയുക, വീഡിയോസൊക്കെ കാണാൻ അല്ലെങ്കിൽ അതിനൊക്കെയാണ് നോർമൽ യൂസറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു ബീസ് മോഡിൻ്റെ ഒരു ആവശ്യമേ നമുക്ക് വരുന്നില്ല. എന്നാൽ അവിടെ എനിക്ക് പറയാനുള്ളത് ആറ്റം 83ൽ
നമ്മൾ ബീസ്റ്റ് മോഡ് ഓൺ ആക്കിയെങ്കിൽ വീഡിയോസും കാണാൻ പറ്റുള്ളൂ. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബീസ്റ്റ് മോഡിൻ്റെ ആവശ്യമുണ്ട് വീഡിയോ കാണണമെങ്കിൽ പോലും ബോട്ട് എയർഡോപ്സ് ആറ്റം 83-ൽ. ഇനി IP റേറ്റിംഗുകൾ നോക്കുവാണെങ്കിൽ IPX5 ആണ് ആറ്റം 83-ലും ബഡ്സ് T100-ലും. എന്നാൽ IPX4 ആണ് ഗ്രാവിറ്റി Zയിൽ. IPX5-ൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെവി റെയിനിലും അതല്ല നമ്മൾ ഷവറിങ്ങിലൊക്കെ പോലും നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അടിച്ചു പോകേണ്ട ചാൻസ് വളരെ കുറവാണ്. എന്നാൽ IPX4 എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഡ്രസ്സിലിങ്ങിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വർഷം വാറണ്ടി 3 എണ്ണത്തിനുണ്ട്. എന്നാൽ പോലും നമുക്ക് വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ, അതായത് അടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് റീപ്ലേസ് ചെയ്ത് കിട്ടത്തേ ഇല്ല, വാറണ്ടിയും ക്ലെയിം ആവത്തില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു IPX5ഉം IPX4 ഒക്കെ തന്നെ നമ്മളിന്ന് സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കാം. അത് അത്യാവശ്യം ഡ്രസ്സിലിങ്ങിൽ ഓക്കെ ഉപയോഗിക്കാം. കൂടാതെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഹെവി വർക്കൗട്ടിലൊക്കെ ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ ഇത് മൂന്നും എന്താ പറയുക ഹെവി റെയിനിലോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഇനി അവസാനമായിട്ട് നോക്കേണ്ടത് നമ്മുടെ മ്യൂസിക് ക്വാളിറ്റി. അതായത് ഒരു ഇയർബഡ് വാങ്ങിക്കുന്നതിൽ ഒരു ഓൾമോസ്റ്റ് 60-70% ആൾക്കാരും പാട്ട് കേൾക്കാൻ തന്നെയായിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുക. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ SBC AAC കോഡക്കാണ് ഈ 3 എണ്ണത്തിലുള്ളത്. സോ 100% നമ്മൾ പാട്ടിട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവത്തില്ല. അതിൽ ഒരു സംശയമില്ല. കാരണം എങ്ങനെ ഉള്ള പാട്ടുകൾ ഇട്ടാൽ പോലും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. പിന്നെ മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ മൂന്ന് ക്വാളിറ്റിയാണ്, പെർഫെക്റ്റ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഡിസപ്പോയിൻറ്റഡ് ആക്കുന്ന രീതിക്കുള്ളൊരു ക്വാളിറ്റി ഈ 3 എണ്ണത്തിലും കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ നമ്മുടെ റിയൽമി ടെക്ലൈഫ് ബഡ്സ് T100-ലേക്ക് വരുമ്പോഴത്തേക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിയൽമി ലിങ്ക് ആപ്പ് വെച്ചിട്ട് നമുക്ക് ഡൈനാമിക് അല്ലെങ്കിൽ ബാലൻസ്ഡ് അതുപോലെ തന്നെ ബേസ് ബൂസ്റ്റ് പ്ലസ് അങ്ങനെ ഓരോ മോഡുകൾ EQ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ ആ ഒരു ബേസ് ഇട്ടിട്ട് കേൾക്കാം. അതല്ല നിങ്ങൾക്കൊരു വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടുള്ള പാട്ട് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു EQ നേരെ അങ്ങോട്ട് ഡൈനാമിക്കിലോട്ടോ അല്ലെങ്കിൽ വോക്കലിലോട്ടോ ഒക്കെ ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത്രേ ഉള്ളൂ. എന്നാൽ ആറ്റം 83-ലേക്ക് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഡിഫൈ ഗ്രാവിറ്റി Zയിലേക്ക് വരുമ്പോഴത്തേക്ക് ബേസ് നല്ല ബൂസ്റ്റഡ് ആണ് ഈ 2 എണ്ണത്തിലും. സോ ഏതൊരു പാട്ടിട്ടാലും നിങ്ങൾക്ക് നോർമൽ ഒരു പാട്ടിട്ടാൽ പോലും ആ ഒരു ബേസ് ഗിറ്റാറിൻ്റെ സൗണ്ട് പോലും അത്യാവശ്യം നല്ല ബേസ് ആയിട്ട് കേൾക്കാം. ഒരു ബേസ് ഡോമിനേറ്റഡ് ആണ്. സോ ബേസ് ലവേഴ്സിന് ഈ 2 എണ്ണത്തിൽ ഏതെടുത്താലും അങ്ങനെ വലിയ പ്രശ്നമില്ല. റിയൽമി ടെക്ലൈഫും ഞാൻ പറഞ്ഞു ഓൾറെഡി ബേസ് ബൂസ്റ്റ് പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ അതും ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ നിങ്ങൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ആറ്റം 83-യും അതുപോലെ തന്നെ ഗ്രാവിറ്റി Zയും ചിലപ്പോൾ ഒന്ന് ചെറിയൊരു ഇഷ്ടപ്പെടാം. ഇതിൽ ഏറ്റവും കൂടുതൽ ബേസ് ഉള്ളത് ആറ്റം 83-ലാണ് കേട്ടോ. അപ്പോൾ ആറ്റം 83 സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഒന്നെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി ഈക്വലൈസർ മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യുന്ന സാധനം ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ മ്യൂസിക് പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലെ EQ ചേഞ്ച് ചെയ്യാം. ഇനി അതെല്ലാം നമ്മുടെ എന്താ പറയുക സെറ്റിംഗ്സിൽ പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ആ ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊരു കാര്യമാണ്. എന്നാൽ പോലും എന്താ പറയുക ആ ഒരു ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ എന്നുള്ളൊരു സംഭവം വെക്കുവാണെങ്കിൽ ആറ്റം 83-ൽ ബേസ് നല്ല ഡോമിനേറ്റ് ആണ്, ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. എന്നാൽ ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ 3 പ്രോഡക്റ്റുകളും ഇഷ്ടപ്പെടും. അതിലും വേറൊരു സംശയമില്ല. മ്യൂസിക് ക്വാളിറ്റി പെർഫെക്റ്റ് ആണ് ഈ 3 എണ്ണത്തിലും. റിയൽമിയും ആയാലും ബോട്ടിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ്, പിന്നെ ഡിഫൈ ഗ്രാവിറ്റി Z ആണെങ്കിലും ആ ഒരു മ്യൂസിക് ക്വാളിറ്റി ഡിഫൈ ഗ്രാവിറ്റി Zയും അതുപോലെ തന്നെ ഡിഫൈ ഗ്രാവിറ്റി ടർബോയും ഇതിൽ രണ്ടിലും ഒരേപോലത്തെ ക്വാളിറ്റിയാണ്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ക്വാളിറ്റി ഏത് വാങ്ങിച്ചാലും ഡിഫൈൽ ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആയിരിക്കും. ഈ ഒരു ബോട്ട് എയർഡോപ്സ് ആറ്റം 83-ലാണ്. ഇതിന് തൊട്ട് മുന്നേ ഉള്ള പ്രോഡക്റ്റിലുള്ള ഒരു ക്വാളിറ്റി പോലെ അല്ല ഇതിനകത്തുള്ള കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ബെറ്റർ ആണ് ആറ്റം 83-ലെ ക്വാളിറ്റി. റിയൽമി ടെക്ലൈഫ് ബഡ്സ് T100 എന്ന് പറയുന്നത് റിയൽമിയുടെ ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും ഡിസോയുടെ ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഒരു ക്വാളിറ്റി. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിലും ഒരിക്കലും അങ്ങോട്ട് 3 എണ്ണത്തിലും കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്നാലും ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ 3 പ്രോഡക്റ്റുകളെ കുറിച്ച് പറയാൻ പറ്റുന്നത്. എനിക്ക് എന്തായാലും ഈ ഒരു കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പറയാൻ പറ്റുന്നത് ഇതിനകത്ത് എന്താ പറയുക ഏത് വാങ്ങിക്കണമെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ, പ്ലേ ടൈം ആണ് ഏറ്റവും കൂടുതൽ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗെയിമിംഗ് ആണ് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആറ്റം 83 അല്ലെങ്കിൽ ഡിഫൈ ഗ്രാവിറ്റി Zയിലേക്ക് പോവുക. എന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ ബേസും ആഗ്രഹമുണ്ട്, പക്ഷേ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഡൈനാമിക് ആയിട്ട് അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കേൾക്കണം, അല്ലെങ്കിൽ എന്താ പറയുക മൈക്ക് ക്വാളിറ്റിയാണ് കുറച്ച് ബെറ്റർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിയൽമി ടെക്ലൈഫ് ബഡ്സ് T100-ലേക്ക് പോകുന്നേ ഉള്ളൂ. അതർവൈസ് ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആണ് ഈ 3 പ്രോഡക്റ്റുകളും. പിന്നെ ആ ഒരു സർവീസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ബോട്ടും റിയൽമിയൊക്കെ തന്നെ ഇവിടെ നമ്മൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചോളം ഒരു സ്ഥലത്താണ്, സർവീസ് സെൻറ്ററിലാണ്. സോ അവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് അവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അപ്പം തന്നെ റീപ്ലേസ് ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ ഒരാഴ്ചക്കകത്ത് റീപ്ലേസ് ചെയ്ത് കിട്ടും. ഡിഫൈ എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ ഒന്ന് കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യുക, മെയിൽ വഴി കോൺടാക്ട് ചെയ്തോ വാട്സപ്പ് വഴിയോ കോൺടാക്ട് ചെയ്യാം. അവരൊരു ലിങ്ക് അയച്ചു രജിസ്റ്റർ ചെയ്യാനുള്ളത്, അതിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ വീട്ടിൽ തന്നെ വന്ന് സാധനം എടുക്കും. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചക്കകത്ത്
അകത്ത് പുതിയ സാധനം നമുക്ക് കിട്ടും. സോ സർവീസിന്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും ഈ മൂന്നെണ്ണത്തിലും കുറ്റവും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബോട്ട് എയർഡോപ്സ് ആറ്റം 83 ആണോ അല്ല റിയൽമി ടെക്ലൈഫ് ബഡ്സ് T100 ആണോ ഇനി അല്ല ഡിഫൈ ഗ്രാവിറ്റി Z ആണോ ബെറ്റർ എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.